അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. നഗരസഭയുടെ ഡ്രീംലാൻഡ് പാർക്ക് ഇല്ലാതാക്കുന്ന വിധത്തിൽ പാർക്കിംഗ് ഏരിയയിൽ വയോജന വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധം ശക്തം. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കോടികളുടെ വികസന പദ്ധതികൾ നടപ്പാക്കാനിരിക്കുന്ന നഗരസഭയുടെ ഡ്രീംലാൻഡ് പാർക്ക് ഇല്ലാതാക്കുന്ന വിധത്തിൽ പാർക്കിംഗ് ഏരിയയിൽ വയോജന വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധം. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ വയോജന കേന്ദ്രം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് മുറിക്കലിലെ പുഴയോട് ചേർന്നുള്ള വൃദ്ധസദനം. വൃദ്ധസദനം പ്രവർത്തിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള 40 സെന്റ് സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിയുമെന്നിരിക്കെ നഗരസഭയുടെ ഏറ്റവും വലിയ പാർക്ക് ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം ഉപയോഗിക്കരുത് എന്നാണ് ആവശ്യം. വയോജന വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കുന്നതോടെ പാർക്കിന്റെ വികസനം തടസ്സപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ച് MLAക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് മുൻ കൗൺസിലർ S ജയകൃഷ്ണൻ നായർ പറഞ്ഞു. തൊടുപുഴ റോഡിനോട് ചേർന്ന് ഡ്രീംലാൻഡ് പാർക്കിലേക്ക് കയറുന്നതിൻ്റെ വലത് സൈഡായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വയോജന കേന്ദ്രം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്കുണ്ടായ സംശയം, ഞാൻ നഗരസഭയിലെ പല കൗൺസിലർമാരുമായി വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇതെങ്ങനെ നഗരസഭയുടെ സ്ഥലം നഗരസഭ അറിയാതെ ഇങ്ങനെയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ് ഞാൻ മൂവാറ്റുപുഴ MLAക്ക് ഒരു പരാതി നൽകിയത്. കാരണം വയോജന കേന്ദ്രം തുടങ്ങുകയാണെങ്കിൽ അത് മുൻ കൗൺസിലിൻ്റെ കാലത്ത് ഇപ്പോൾ വൃദ്ധസദനം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വയോജന കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ട പ്രാരംഭ നടപടികൾ കഴിഞ്ഞ കൗൺസിൽ തുടങ്ങി വെച്ചതാണ്. അത് തുടർന്ന് വരുന്ന കൗൺസിൽ ഇല്ലായ്മ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വയോജന കേന്ദ്രം തുടങ്ങുന്നു എന്ന് പറഞ്ഞിടത്ത് കഴിഞ്ഞ MLA, അതായത് മുൻ MLA എൽദോ എബ്രാഹിം ലൈബ്രറി കോംപ്ലക്സ് പണിയുന്നതിന് വേണ്ടി അവിടെ ഫണ്ട് അനുവദിച്ചതാണ്. അതും ഇപ്പോൾ ഇല്ലാതെയായിരിക്കുകയാണ്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ കൂട്ടായ ചർച്ചയിലൂടെ ഇത് പരിഹാരം കണ്ടെത്തി മൂവാറ്റുപുഴ ഡ്രീംലാൻഡ് പാർക്കിൻ്റെയും ടൂറിസത്തിൻ്റെയും വികസനത്തിനായി ഈ സ്ഥലം ഉപയോഗിക്കണമെന്നും, അല്ലെങ്കിൽ ഈ സ്ഥലം നഗരസഭയ്ക്ക് തന്നെ വരുമാനമുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ്, അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നും പറഞ്ഞാണ് ഞാൻ മൂവാറ്റുപുഴ MLAക്ക് ഒരു നിവേദനം നൽകിയത്. അതിന് ഇതുവരെ മറുപടിയൊന്നും കിട്ടിയില്ല. കാരണം ഇപ്പോൾ തന്നെ ധാരാളം ആളുകളാണ് വർക്കിംഗ് ഡേയിലും അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്നു പോകുന്നത്. അവർക്കൊരു വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഏതാണ്ട് 4300 സ്ക്വയർ ഫീറ്റ് സ്ഥലം കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നുള്ളൂ. 99.09 ലക്ഷം രൂപ മുടക്കിയിട്ട് 4300 സ്ക്വയർ ഫീറ്റ് ചരിത്ര അടിയുള്ള ബിൽഡിങ്ങാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇപ്പോൾ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ആണ്, അതിൻ്റെ മുകളിലേക്ക് പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് സമുച്ചയം ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ വെറും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇപ്പോൾ പറയുന്നതെന്ന് എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. MLA നേതൃത്വം നൽകുന്ന പദ്ധതിയിൽ MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. അധികാരപ്പെട്ടവരുമായി വ്യക്തമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും വയോജന വിജ്ഞാന സൗഹൃദ കേന്ദ്രം എന്നതിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഈ വയോജന സൗഹൃദ കേന്ദ്രത്തെ ഒരു വൃദ്ധസദനമായി കണ്ടുകൊണ്ട് മൂവാറ്റുപുഴയുടെ നഗരസഭയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇത് വെച്ചാൽ പോരെ എന്നുള്ള ചോദ്യങ്ങൾ പോലും പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇത് പകൽ വീട് പോലെയുള്ള ഒരു സംവിധാനമല്ല, മറിച്ച് സീനിയർ സിറ്റിസൻസിന് സാധാരണ ജീവിതം നയിക്കുവാനായിട്ട് ഹാപ്പി ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇവിടെ അവർ ഒരുമിച്ച് കൂടുന്നു, അവർക്ക് ഒരുമിച്ച് പാചകം ചെയ്യാനായിട്ടുള്ള സൗകര്യം, അതുപോലെ തന്നെ അവരുടെ ചിറ്റ്ചാറ്റ് സോണുകൾ, ഡിജിറ്റൽ വേൾഡ്, ലൈബ്രറി മുതലായ എല്ലാ സൗകര്യങ്ങളും, അവരുടെ ഹെൽത്ത് ക്ലബ്ബ് മുതലായ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിന് വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ പ്രായോഗികത പരിശോധിച്ചിട്ടുണ്ട്, അധികാരപ്പെട്ടവരുമായിട്ട് കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരു രാത്രി കൊണ്ട് രൂപപ്പെട്ട ഒരു പ്രൊജക്റ്റ് അല്ല ഇത്, കാലങ്ങളോളം എടുത്തു വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നെ മറ്റൊരു ആരോപണം കേട്ടത് ഇവിടെ പാർക്കിന് വേണ്ടിയിട്ടുള്ള മുനിസിപ്പൽ പാർക്കിനോടനുബന്ധിച്ച് പാർക്കിംഗ് ഇവിടെയാണ്, അത് തടസ്സപ്പെടുമെന്നുള്ളതാണ്. ഒരിക്കലും അത് തടസ്സപ്പെടില്ല. കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളും നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് പാർക്കിങ്ങിന് വേണ്ടി തന്നെയാണ്. അതുകൂടാതെ കൊണ്ട് നമ്മുടെ ഡ്രീംലാൻഡ് പാർക്കിനോടനുബന്ധിച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റ് വരുന്നത് നമ്മുടെ നടപ്പാത അവിടെ നിന്നും നീട്ടി പാർക്കിന് സമാന്തരമായി വന്ന് അവിടെ നിന്നൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് പാർക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ്.
അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ബ്രിഡ്ജിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഒരു പാർക്കിംഗ് സൗകര്യവും അതോടൊപ്പം തന്നെ അതിന് മുകളിൽ എന്താണോ ഒരു കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സോ വട്ടവർ ഇറ്റ് ഈസ്, അതും വരുന്ന രീതിയിലാണ് പിന്നീട്. പക്ഷെ അവിടെയും ഒരു പാർക്കിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഏതൊരു പ്രൊജക്റ്റ് വരുമ്പോഴും അതിന് തടസ്സം നിൽക്കാനായിട്ട് ഒരുപാട് വ്യക്തികളുണ്ടാവും. പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയുന്ന ഒരുപാട് നല്ല വ്യക്തികളുമുണ്ട്. എന്നാൽ ഇത് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഏത് പ്രൊജക്റ്റിനും അതുണ്ടാവില്ല. പുഴയോര ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തൂക്കുപാലം ഉൾപ്പെടെ നിർമ്മിച്ച ഡ്രീം ലാൻഡ് പാർക്കിന്റെ വിപുലമായ വികസനത്തിന് വഴി തുറക്കാനിരിക്കെയാണ് ഇവിടേക്ക് എത്തുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വയോജന വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.